ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റിങ്ങിനോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതിയാണ് ലിസ്റ്റിങ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് എന്തായാലും നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ബൈനാൻസിലേക്ക് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. പിന്നെ ബൈനാൻസ് ലോഞ്ച് പൂളിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം, ഹാംസ്റ്റർ റിവാർഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻജോയ് ടോക്ക് വിത്ത് എസ്. നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം. ആദ്യം ഓൺ ചെയിനും ഓഫ് ചെയിനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ ചെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹാംസ്റ്ററിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചാണ്, അതായത് മൈടോൺ വാലറ്റ്, പിന്നെ നമുക്ക് ടോൺ കീപ്പർ, അങ്ങനെയുള്ള വാലറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആദ്യമേ നമ്മൾ തുടങ്ങിയപ്പോൾ വാലറ്റ് കണക്ഷനിൽ. അപ്പോൾ അതിലായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യണതിനാണ് ഓൺ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലെയിം എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുമായിരിക്കും, എന്നിട്ട് നമുക്ക് ക്ലെയിം ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരിക്കും ഓൺ ചെയിനിൽ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാലറ്റിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതിനെ നമുക്ക് എക്സ്ചേഞ്ചിലായിട്ട് മാറ്റണം, നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എക്സ്ചേഞ്ചിലായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റിൽ നിന്ന് നമുക്ക് എക്സ്ചേഞ്ചിലായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടോൺ കോയിൻ വേണം. ടോൺ കോയിൻ വെച്ചിട്ട് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടോൺ കോയിൻ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഫ്രീസായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഓൺ ചെയിൻ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓൺ ചെയിൻ വിഡ്രോവൽ അല്ലാണ്ട് അവർ കൊണ്ടുവന്ന ഓപ്ഷനാണ് ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്, അതായത് ബൈനാൻസ്, OKX, ബൈബിറ്റ്, പിന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട്, EBI എന്ന് പറഞ്ഞ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വാലറ്റ് ടെലിഗ്രാമിലെ വാലറ്റ് കണക്ട് ചെയ്താലും നമുക്കത് ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിൽ സെലക്ട് ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ 5 ഓപ്ഷൻസാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ട്രേഡബിൾ ആണ്. നമുക്ക് ട്രാൻസാക്ഷൻ ഫീസോ ഗ്യാസ് ഫീസോ ഒന്നും ആവശ്യം വരില്ല. പക്ഷേ ഓൺ ചെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ, വേറൊരു എക്സ്ചേഞ്ചിലായിട്ട് മാറ്റണമെങ്കിലൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസൊക്കെ ആയിട്ട് ടോൺ ആഡ് ചെയ്യേണ്ടി വരും. വലിയ ട്രാൻസാക്ഷൻ ഫീസൊന്നും വരില്ല, എന്നാലും ഞാൻ പറഞ്ഞത് വേറൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ചേഞ്ചിലായിട്ട് തന്നെ മാറ്റേണ്ടി വരും. ഓൺ ചെയിൻ വാലറ്റിൽ, അതായത് നോൺ കസ്റ്റോഡിയൽ വാലറ്റിൽ കിടക്കുന്ന സാധനം മാറ്റണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് ഓൺ ചെയിൻ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ വാലറ്റിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് കിടന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഓൺ ചെയിനിലെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് കിടന്നോളും, നമുക്ക് KYC അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ടിയില്ല. പക്ഷേ ഓഫ് ചെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്ചേഞ്ചുകളിലെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ EBI XYZ DEX, അതായത് EBI ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമാണ് KYC വേണ്ടാത്തത്. ബാക്കി എല്ലാത്തിലും KYC വേണം. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൽ ട്രേഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് ഓഫ് ചെയിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഞാനിപ്പോൾ ബൈനാൻസിലേക്കാണ് വിഡ്രോ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് OKX ബൈബിറ്റോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ OKX നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് OKX നമുക്ക് വരില്ല. ബൈബിറ്റ് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ബൈനാൻസാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് ടെലിഗ്രാം ഉപയോഗിക്കാം, അതിലാണെങ്കിൽ ലൈറ്റ് KYC ഉള്ളൂ, അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാലറ്റ് ടെലിഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തോ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മേക്ക് ഷുവർ ടു ചൂസ് എ പ്രൈമറി വിഡ്രോവൽ മെത്തേഡ് ദാറ്റ് വർക്ക്സ് ബെസ്റ്റ് ഫോർ യു ഇൻ ദ എയർ ഡ്രോപ്പ് സെക്ഷൻ ഓഫ് ദ ഗെയിം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റില്ല. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്യാൻ ഓൺലി ചൂസ് വൺ ഓപ്ഷൻ ആൻഡ് കനോട്ട് ചേഞ്ച് ഇറ്റ് ആഫ്റ്റർ വേർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും ഈ ഒരു ടൈമിനുള്ളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഓഫ് ചെയിൻ ഓപ്ഷനിൽ നമുക്ക് ഉള്ളൊരു അതർ ഓപ്ഷനാണ് വാലറ്റ് ഇൻ ടെലിഗ്രാം നമുക്ക് ഒരു ഓഫ് ചെയിൻ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഈസിയസ്റ്റ് വേ ആണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് P2P മാർക്കറ്റ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. പിന്നെ എക്സ്ചേഞ്ച് ടു അതർ ക്രിപ്റ്റോ, വേറെ ക്രിപ്റ്റോയിലായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ സെൻഡ് ദം ടു അതർ ടെലിഗ്രാം യൂസേഴ്സ് വിത്തൗട്ട് ഫീസ്, വേറെ ടെലിഗ്രാം യൂസേഴ്സിന് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഫീസ് ഇല്ലാണ്ട്. വാലറ്റ് ഹാസ് അനൗൺസ്ഡ് എക്സ്ക്ലൂസീവ് ബോണസ് ക്യാമ്പയിൻസ് ഫോർ ഹാംസ്റ്റർ ഹോൾഡേഴ്സ് വിത്ത് മോർ
ഡീറ്റെയിൽസ് ടു ബി റിവീൽഡ് ലേറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെലിഗ്രാം വാലറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിഡ്രോവൽ ഓപ്ഷൻ ടെലിഗ്രാം വാലറ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ്, കാര്യമായിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് റിവാർഡ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ബോണസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ബൈനാൻസിലായിട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെലിഗ്രാമിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ടെലിഗ്രാമിലായിട്ട് വിഡ്രോ ചെയ്യണമെന്നുള്ളത് വേറൊരു വീഡിയോ ആയിരിക്കാം. വേറെ എൻ്റെ ഒരു ഹാംസ്റ്ററിൻ്റെ എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ 3 നമുക്ക് 3 ടൈപ്പ് ചെയ്ത് നോക്കാം. അടുത്തതിൽ നമുക്ക് ചെയ്യാൻ പോണത്, അടുത്ത വീഡിയോ നമ്മൾ വരാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഹാംസ്റ്ററിൻ്റെ ആ ഒരു ടെലിഗ്രാം വാലറ്റിലേക്ക് നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് അടുത്തൊരു വീഡിയോയിൽ, ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഓൺ ചെയിൻ ക്ലെയിം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഞാൻ ഇടുന്നുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പറ്റുന്നത് ബൈനാൻസിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം, പിന്നെ ബൈനാൻസ് ലോഞ്ച് പൂൾ റിവാർഡ്സിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് രണ്ടുമായിരിക്കും നമ്മൾ നോക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടോ എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യണത്, എങ്ങനെയാണ് വിഡ്രോവൽ മെത്തേഡ് സെലക്ട് ചെയ്യണത് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതിൽ എയർ ഡ്രോപ്പിൽ കൂടുതൽ ഷെയർ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്, എയർ ഡ്രോപ്പ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പോയിന്റ്സ് എന്നുള്ള സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പാസീവ് ഇൻകം, ഏൺ ടാസ്ക്, ഫ്രണ്ട്സ്, അച്ചീവ്മെൻറ്റ്സ്, ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ, കീസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവർ എയർ ഡ്രോപ്പ് എന്തോരം നമുക്ക് ഷെയർ കിട്ടുമെന്നുള്ളത് നോക്കണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിഡ്രോവലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വിഡ്രോവൽ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോഞ്ച് പൂൾ റിവാർഡ്സിനെ കുറിച്ചുള്ളൊരു ക്ലിപ്പും കൂടി ആഡ് ചെയ്തേക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ്രോവൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ചെയിൻ ഡ്രോപ്പാണ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഓൺ ചെയിൻ ഡ്രോപ്പാണ് നമ്മുടെ ഓൾറെഡി സെലക്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓൺ ചെയിൻ ഡ്രോപ്പ് നമുക്ക് ചേഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ്രോവലിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്, ബൈബിറ്റ് ആണ്, പിന്നെ വാലറ്റിൻ ടെലിഗ്രാമാണ്. വാലറ്റിൻ ടെലിഗ്രാമിൽ എക്സ്ക്ലൂസീവ് റിവാർഡ്സ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എക്സ്ക്ലൂസീവ് ബോണസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൺസിഡർ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം, ഇതിൻ്റെ ഒപ്പം ചെയ്യണില്ല. ഇതിപ്പോൾ ഇന്ന് ബൈനാൻസ് ആണ് നമ്മൾ നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ബൈനാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബൈനാൻസ് ആണ് നോക്കുന്നത്. ഇതിൽ ബൈനാൻസ് എക്സ്ചേഞ്ച് എന്നുള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ അക്കൗണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈനാൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനേക്കാൾ നല്ലത് അതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇത് വെബ്സൈറ്റിലായിട്ടായിരിക്കും പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാം, ഗൂഗിൾ സൈനപ്പ് ചെയ്യാം. ഗൂഗിൾ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റാണ് എടുക്കുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ KYC അപ്രൂവ് ആവും. KYC അപ്രൂവ് ആയതിനു ശേഷം 24 മണിക്കൂർ എടുക്കും നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സും എല്ലാ സാധനങ്ങളും ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ 24 മണിക്കൂർ എടുക്കും. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റീസെറ്റ് വിഡ്രോവൽ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഏത് എക്സ്ചേഞ്ച് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം സെലക്ട് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത് റിക്വസ്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ് ഞാൻ സെലക്ട് ചെയ്യണത്. ഇവിടെ റീസെറ്റ് വിഡ്രോവൽ ഓപ്ഷൻ കൊടുക്കുകയാണ്. റീസെറ്റ് ആൻഡ് ചൂസ് അനദർ ഓപ്ഷൻ കൊടുത്തു, ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒന്നും സെലക്ട് ആയിട്ടില്ല. ഇനി ഞാൻ ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ് സെലക്ട് ചെയ്യണത്. ബൈനാൻസ് എക്സ്ചേഞ്ചിൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ടിൻ്റെ KYC കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഡോക്സ് ചെയ്താണ് ഓൾറെഡി. അപ്പോൾ ഡോക്സ് ചെയ്ത പോലെ തന്നെയുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഡ്രസ്സും കൊടുക്കേണ്ടി വരും, പിന്നെ ഒരു മെമ്മോയും കൊടുക്കേണ്ടി വരും. ഇത്രയുള്ള സംഭവങ്ങൾ കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഐ ഹാബിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 13, അതായത് ഇന്നലെയാണ് ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ആയത്. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് എൻ്റെ ആവണതെന്ന് വെച്ചാൽ സെപ്റ്റംബർ 21 അപ്പോൾ ഇത് ഈ ടൈമിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സെപ്റ്റംബർ 24 ബൈനാൻസ് കൺഫർമേഷൻ ഓർ ഡിക്ലൈൻ ആവും. അപ്പോൾ സെപ്റ്റംബർ 24 ബൈനാൻസിലായിട്ട് കൺഫർമേഷനോ ഡിക്ലൈനോ എന്തെങ്കിലുമൊക്കെ ആവും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈനാൻസിലും എന്തെങ്കിലുമൊക്കെ ബോണസ് ഉണ്ടായേക്കാം. ലോഞ്ച് പൂൾ റിവാർഡ്സ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു ബോണസ് ബൈനാൻസിൽ ഉണ്ടായേക്കാം. കാരണം ബൈനാൻസ് ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ച്, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ ടെലിഗ്രാമിലുള്ള കൂട്ട് എന്തെങ്കിലും, ടെലിഗ്രാം വാലറ്റിലുള്ള കൂട്ട് ബൈനാൻസിലും എന്തെങ്കിലും ബോണസ് ഉണ്ടായേക്കാം. ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ബോണസ് ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ ബൈനാൻസ് സെലക്ട് ചെയ്യുന്ന റീസൺ അതുകൂടിയാണ്. ഡോക്സ് എയർ ഡ്രോപ്പ് നമ്മൾ വിഡ്രോ ചെയ്ത സമയത്ത് നമുക്ക് എയർ ഡ്രോപ്പിൽ ബോണസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ബൈനാൻസാണ് കൊടുക്കുന്നത്. ഇതിൽ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ മെമ്മോ ഉണ്ട്, ഇത് നമ്മൾ അടിച്ചു കൊടുക്കണം. 21 മുമ്പ് കണക്ട് ചെയ്യണമെങ്കിൽ ബൈനാൻസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നുള്ള അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അല്ല, ഓൺ ചെയിൻ വിഡ്രോവൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഞാനിപ്പോൾ ബൈനാൻസ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ബൈനാൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ വാലറ്റ്സിൽ പോവുക. വാലറ്റ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്യാം. HAMSTR എന്ന് അടിച്ചാലും മതി, അല്ലെങ്കിൽ HMSTR എന്നുള്ളൊരു അവരുടെ ഒരു ആ ടോക്കണിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട്, ഒരു ടോക്കൺ നെയിം ഉണ്ട്, അത് കൊടുത്താലും മതി. ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. HMSTR എന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ ടോൺ കോയിൻ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്ക് ടോൺ കോയിനാണ്, കൺജസ്റ്റഡ് ആണ്, കുഴപ്പമില്ല. കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കണതുകൊണ്ടാണ് കൺജസ്റ്റഡ്. പിന്നെ ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഉണ്ട്, അത് കോപ്പി ചെയ്യുക ആദ്യം. ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്, ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അത് പേസ്റ്റ് ചെയ്യാം. ഒരു അക്ഷരം പോലും തെറ്റരുത്, കൺഫേം ചെയ്യുക കറക്റ്റ് അല്ലേ എന്നുള്ളത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ആവില്ല, പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മെമോ കമ്പൽസറി ആയിട്ട് പേസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ മെമോയും കോപ്പി ചെയ്തിട്ട് മെമോയും പേസ്റ്റ് ചെയ്യാം. മെമോയും എന്തായാലും പേസ്റ്റ് ചെയ്യേണ്ട സംഭവമാണ്. ഈ രണ്ട് സംഭവങ്ങളും കറക്റ്റ് അല്ലേ എന്ന് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും നോക്കിയിട്ട് മതി, ധൃതിയൊന്നുമില്ല. കൺഫേം ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ചൂസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ റിക്വസ്റ്റ് പ്രോസസ്സിങ് കഴിയും. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, വെൽ ഡൺ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ട് താങ്ക്സ് കൊടുക്കുക. താങ്ക്സ് കൊടുത്തതിന് ശേഷം ഇവിടെ റിക്വസ്റ്റ് ടു ബൈനാൻസ് വാസ് സെൻഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇനി ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല. ഇതിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. റീസെറ്റ് വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്തിട്ട് വീണ്ടും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു 21-ാം തീയതിക്ക് മുമ്പ് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ ഈ 21-ാം തീയതിക്ക് മുമ്പ് സ്നാപ്ഷോട്ടിന് മുമ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ ചേഞ്ച് കൊടുക്കണില്ല, ഞാൻ ഇതിൽ ബൈനാൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബൈനാൻസിലായിട്ട് വിഡ്രോവൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടത് ബൈനാൻസിൽ നമുക്ക് എങ്ങനെ ലോഞ്ച് പൂൾ റിവാർഡ്സ് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. ആ ലോഞ്ച് പൂളിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഉള്ളിൽ ഇട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈനാൻസ് ലോഞ്ച് പൂളിൽ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ബൈനാൻസ് തന്നെ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ബൈനാൻസ് ഈ ഹാംസ്റ്റർ ടോക്കണിൻ്റെ 3% ടോട്ടൽ സപ്ലൈയുടെ 3% ബൈനാൻസ് ലോഞ്ച് പൂളിൽ റിവാർഡായിട്ട് വരും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ മുടക്കിയിട്ടുള്ള പരിപാടിയാണ് ഈ ബൈനാൻസ് ലോഞ്ച് പൂളിലെ റിവാർഡ് എന്ന് വെച്ചാൽ. BNB എന്ന് പറഞ്ഞ കോയിൻ വാങ്ങിക്കുക, അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഹാംസ്റ്റർ ടോക്കൺ റിവാർഡായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ആ സെയിം BNB തന്നെ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. നമുക്ക് ഈ ഹാംസ്റ്റർ ടോക്കൺ സെല്ല് ചെയ്യാം, എല്ലാം സെല്ല് ചെയ്യാം. പക്ഷേ നമുക്ക് ആ BNB മേടിക്കുന്ന സമയത്തുള്ളൊരു പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ BNB നമുക്ക് ഈ ലോക്ക് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇനീഷ്യൽ ചിലവുണ്ട്. ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BNB വാങ്ങിക്കണ ഒരു ചിലവുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഹാംസ്റ്ററിൻ്റെ ലിസ്റ്റിംഗ് 26-ാം തീയതിയാണ്. അപ്പോൾ അതിന് 3 ദിവസം മുമ്പാണ് ഈ ഒരു ലോഞ്ച് പൂൾ റിവാർഡ്സ് വരുന്നത്. 3 ദിവസമാണ് ഉള്ളത്, പാർട്ടിസിപ്പേഷൻ 3 ദിവസമാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ബൈനാൻസ് സൂപ്പറാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3% ഓഫ് ടോട്ടൽ സപ്ലൈ ആണ് ലോഞ്ച് പൂൾ ടോക്കൺ റിവാർഡായിട്ട് വന്നത്. പിന്നെ BNB പൂളിലാണ് കൂടുതൽ റിവാർഡ് വന്നത്. BNB പൂൾ എന്ന് വെച്ചാൽ BNB എന്ന് പറഞ്ഞാൽ കോയിൻ ലോക്ക് ചെയ്ത് വെക്കണവർക്കുള്ള റിവാർഡാണ് BNB പൂളിൽ കിട്ടുന്നത്. പിന്നെ FD/USD പൂൾ എന്ന് പറഞ്ഞൊരു വേറൊരു പൂളും കൂടി ഉണ്ട്. അതിൽ കുറച്ച് ഹാംസ്റ്റർ ടോക്കൺ ഉള്ളൂ. അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ FD/USD എന്ന് പറഞ്ഞാൽ അതായത് USDTയുടെ റേറ്റ് ഉള്ള വേറൊരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ ലോക്ക് ചെയ്ത് വെക്കണവർക്കാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് BNB പൂളിൽ ലോക്ക് ചെയ്യാനാണ്. കാരണം അതിലാണ് കൂടുതൽ ഷെയർ. 85% ഷെയറും അതിലാണ് കേട്ടോ. 85% ഷെയറും അതിൻ്റെ ഉള്ളിലാണ്. വെബ് പേജ് വിൽ ബി അവൈലബിൾ ഇൻ അറൗണ്ട് 24 hours എന്ന് എഴുതിയുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ലോക്ക് BNB ചെയ്യാനുള്ള പൂൾ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഫാമിംഗ് പീരീഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഫാമിംഗ് പീരീഡ് എന്ന് വെച്ചാൽ 23-ാം തീയതി തൊട്ടാണ്. ഫാമിംഗ് പീരീഡ് 23-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയാണ് ഫാമിംഗ് പീരീഡ് ഉള്ളത്. അതായത് 3 ദിവസം ഫാമിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഹാംസ്റ്റർ ടോക്കൺ റിവാർഡായിട്ട് കിട്ടുന്നതിൻ്റെ ദിവസമാണ് അത് ചോദിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കൂടുതലൊന്നും ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം, എങ്ങനെയാണ് ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ലോഞ്ച് പൂൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡോഗ്സും ലോഞ്ച് പൂളിൽ ലോഞ്ച് ആയതാണ്.
ബൈനാൻസ് ലോഞ്ച് പൂളിൽ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. ഇപ്പോൾ ബൈനാൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹോമിൽ ചിലപ്പോൾ ലോഞ്ച് പൂളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ബൈനാൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബൈനാൻസ് എന്നുള്ള ലോഗോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് ലോഞ്ച് പൂളിൽ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ മോർ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോഞ്ച് പൂൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ലോഞ്ച് പൂൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഞ്ച് പൂളിൽ കഴിഞ്ഞ ലോഞ്ച് പൂൾസ് കാണാൻ പറ്റും, കംപ്ലീറ്റഡ് ലോഞ്ച് പൂൾസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ FD USD പൂളുണ്ട്, പിന്നെ BNB പൂളുണ്ട്. അപ്പോൾ BNB പൂളാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം BNB പൂളിലാണ് ഷെയർ കൂടുതലുള്ളത്, അതായത് ടോക്കൺസിൻ്റെ ഷെയർ കൂടുതലുള്ളത്, ടോട്ടൽ എയർ ഡ്രോപ്പിൻ്റെ ഷെയർ കൂടുതലുള്ളത് BNB പൂളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇനീഷ്യൽ ടൈമിൽ ആ BNB മേടിക്കുന്ന ഒരു ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ലോഞ്ച് പൂളിലെ ആ ഒരു ഹാംസ്റ്റർ ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് നമുക്ക് കിട്ടും. പിന്നെ ഈ ലോഞ്ച് പൂളിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് BNB വേണമെങ്കിൽ സെല് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഡബിൾ ബെനിഫിറ്റാണ്. പക്ഷേ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ആ ഒരു BNB മേടിക്കുന്നതിൻ്റെ ഒരു ചിലവ് മാത്രമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ലോഞ്ച് പൂളിൽ ഹാംസ്റ്ററിൻ്റെ വന്നിട്ടില്ല. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ വരുവാണെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ അത് ചെയ്ത് കാണിച്ചു തന്നില്ല, പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ബേസിക് പറഞ്ഞുതരാം. ഇവിടെ ട്രേഡിൽ ട്രേഡിൽ പോയിട്ട് നമ്മൾ USDT പർച്ചേസ് ചെയ്യണം. USDT പർച്ചേസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ P2Pയിലാണ് USDT പർച്ചേസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി ചെയ്താണ് വീഡിയോ, അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ള P2P പിയർ ടു പിയർ ട്രേഡിങ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് USDT നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചൊരു പൈസ ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. P2P ആണ് ബൈനാൻസിൽ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചാൽ. എന്നിട്ട് ഇവിടെ നമ്മൾ ട്രേഡിൽ വന്നിട്ട് സ്പോട്ടിൽ വന്നിട്ട് BNB/USDT എടുക്കുക. കാരണം BNB എന്ന് പറഞ്ഞൊരു കോയിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ P2Pയിൽ മേടിച്ച USDT നമുക്ക് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലായിരിക്കും കിടക്കണത്. അത് വാലറ്റിൽ പോയിട്ട് ട്രാൻസ്ഫർ അടിച്ചിട്ട് ഫ്രമിൽ ഫണ്ടിങ് കൊടുത്തിട്ട് 2ൽ സ്പോട്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ USDT കൊടുത്തിട്ട് കോയിൻ USDT കൊടുക്കുക. USDT കൊടുത്തിട്ട് നമ്മൾ മാക്സ് അടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതൊക്കെ ഞാൻ ആ P2Pയുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള. ഇനി BNB/USDT നമ്മൾ ട്രേഡിൽ സ്പോട്ടിൽ പോയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള USDT വെച്ചിട്ട് നമ്മൾ BNB പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 100% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഇത് വെച്ചിട്ട് USDT വെച്ചിട്ട് BNB പർച്ചേസ് ചെയ്യാൻ പറ്റും. BNB പർച്ചേസ് ചെയ്യുക, ബൈ BNB അടിക്കുക. അപ്പോൾ ബൈ BNB അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ BNB പർച്ചേസ് ആയി കാണും. BNB പർച്ചേസ് ആയതിനു ശേഷം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ലോഞ്ച് പൂളിൽ പോകണം. ലോഞ്ച് പൂളിൽ പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ലോഞ്ച് പൂൾസാണ് എല്ലാം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ BNB പൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മാക്സ് അടിച്ച് നമ്മുടെ BNB ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്ത BNB എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഈ വാലറ്റിൽ പോയി കഴിയുമ്പോൾ ഈ ഏൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ BNB കാണാൻ പറ്റും, ലോക്ക് ചെയ്ത BNB. ഇത് ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത BNB ആണ്. അപ്പോൾ നേരത്തെ ലോക്ക് ചെയ്ത BNBയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.07 BNB ഞാൻ ഡോഗ്സിൻ്റെ സമയത്ത് ലോക്ക് ചെയ്താണ്. അപ്പോൾ ഇവിടെ അപ്കമിങ് ലോഞ്ച് പൂൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്കമിങ് ലോഞ്ച് പൂളിന് വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അടുത്ത ലോഞ്ച് പൂൾ വരുമ്പോൾ അതിൻ്റെ റിവാർഡ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊള്ളും. കാരണം ഞാൻ അൺലോക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത ലോഞ്ച് പൂൾ വേണ്ടി ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡീം ഏർലി ഉണ്ട്. റെഡീം ഏർലി ഇപ്പോൾ ഞാൻ 120 ദിവസത്തേക്ക് ലോക്ക് ചെയ്തേക്കാണ്. ഇനി റെഡീം ഏർലി എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതുവാണെങ്കിൽ നമുക്ക് റെഡീം ഏർലി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിവാർഡ്സൊക്കെ അതുപോലെ തന്നെ പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ലോക്കഡ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ കിട്ടിയ റിവാർഡ്സ് അതുപോലെ തന്നെ പോകും. BNB തിരിച്ച് കിട്ടും, പക്ഷേ കിട്ടിയ റിവാർഡ്സ് അതുപോലെ തന്നെ പോകും. അപ്പോൾ ഇവിടെ $40 BNB ആണ് ഇവിടെ ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാനേജ് റിഡംഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോക്കഡ് ഫ്ലെക്സിബിളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ BNB നമുക്ക് 97 ദിവസത്തേക്ക് ലോക്കഡാണ്. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് നമുക്ക് അത് വിഡ്രോ ചെയ്യാം. വിഡ്രോ അല്ല, റെഡീം ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര ദിവസത്തേക്ക് നമുക്ക് ലോക്ക് ചെയ്യണമെന്ന് നോക്കിയിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? ലോഞ്ച് പൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഹാംസ്റ്റർ ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടും 3 ദിവസത്തേക്ക്. എത്ര എമൗണ്ടിന് നമ്മൾ BNB ആഡ് ചെയ്യണോ അതിനനുസരിച്ചുള്ള ഷെയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കൂടുതൽ എമൗണ്ടിനുള്ള BNB ലോക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ടിനുള്ള ഷെയർ നമുക്ക് കിട്ടും. കുറച്ച് എമൗണ്ടിനുള്ളതാണെങ്കിൽ കുറച്ച് എമൗണ്ടിനുള്ള ഷെയറാണ് കിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. ഡെയിലി അല്ല, അവർലി നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും 3 ദിവസത്തേക്ക്. ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലെയിം ആയിക്കോളും. നമ്മൾ ഏറ്റവും അവസാനത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലെയിം ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ഹാംസ്റ്ററിൻ്റെ ലോഞ്ച് പൂൾ ലോഞ്ച് ആയിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് നേരത്തെ BNB ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും.
നേരത്തെ BNB ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അപ്കമിങ് ലോഞ്ച് പൂളിലുള്ള റിവാർഡ് കിട്ടും. അതായത് നമുക്കത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരത്തെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ സ്റ്റെപ്പ് നിങ്ങൾക്ക് ലോഞ്ച് പൂളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലോഞ്ച് പൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോഗ്സ് എന്ന് കാണിച്ചെടുത്ത് നിങ്ങൾക്ക് ഹാംസ്റ്റർ എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ BNB പൂൾ സെലക്ട് ചെയ്തിട്ട് മാക്സ് കൊടുത്തിട്ട് BNB ലോക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോഞ്ച് പൂളിൽ വരാത്ത സ്ഥിതിക്ക് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ട്രേഡിൽ പോയിട്ട് BNB/USDT വെച്ചിട്ട് നമ്മൾ USDT കൊടുത്തിട്ട് BNB പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ വാലറ്റിൽ പോകണം. വാലറ്റിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ ഓവർവ്യൂ, സ്പോട്ട്, ഫണ്ടിങ്, എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാ ഓപ്ഷൻസും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രോ ആക്കണം. ബൈനാൻസ് ലൈറ്റ് എന്നാണ് ഇവിടെ കാണുന്നത്. ബൈനാൻസ് പ്രോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഓൾറെഡി പ്രോ ആണ്, അതുകൊണ്ടാണ് താഴെ ബൈനാൻസ് ലൈറ്റ് എന്ന് കാണിച്ചാണ്. അത് പ്രോ ആക്കിയിട്ട് നിങ്ങൾ വാലറ്റിൽ പോകണം. വാലറ്റിൽ പോയതിന് ശേഷം ഇവിടെ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ പോകണം. എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയതിന് ശേഷം ഇവിടെ വീണ്ടും എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോക്ക്ഡ് എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് റിവാർഡ് കിട്ടും. ലോക്ക്ഡ് എന്നുള്ളതിൽ മാക്സ് റിവാർഡ് ഉണ്ടോ 0.34 കിട്ടും. അപ്പോൾ 15 തൊട്ട് 120 ദിവസം വരെ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുമ്പ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത റിവാർഡൊക്കെ പോവും. ഓക്കെ, BNB പോവില്ല, ക്ലെയിം ചെയ്ത റിവാർഡൊക്കെ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ BNB ഞാൻ സെലക്ട് ചെയ്യണം. ലോക്ക്ഡിൽ BNB സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ മാക്സ് കൊടുക്കണം. ഓൾറെഡി ഉള്ള BNB മാക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 90 ദിവസം ലോക്ക് ചെയ്യാം, 60 ദിവസം ലോക്ക് ചെയ്യാം, 30 ദിവസം ലോക്ക് ചെയ്യാം. പിന്നെ ഫ്ലെക്സിബിളിൽ മാക്സ് ഇതാണ്. ഫ്ലെക്സിബിളിൽ മാക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 0.22% ആണ് കിട്ടുന്നത്. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്ന സാധനമാണ് ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഫ്ലെക്സിബിൾ കൊടുത്താലും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാനിവിടെ ലോക്ക്ഡ് കൊടുക്കുകയാണ്. ലോക്ക്ഡ് എന്ന് കൊടുത്തിട്ട് നമുക്ക് 120 ദിവസം ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ. എന്നിട്ട് ഇവിടെ ഓട്ടോ സബ്സ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 120 ദിവസം കഴിയുമ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ആവുന്ന സംഭവമാണ് ഓട്ടോ സബ്സ്ക്രൈബ്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ മാക്സ് അടിച്ചിട്ട് കൺഫേം അടിക്കുകയാണ്. ഇപ്പോൾ ഇതെന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ BNB ലോക്കായി 120 ദിവസത്തേക്ക്. അപ്പോൾ ഈ 120 ദിവസം വന്ന ഏത് റിവാർഡ്, ലോഞ്ച് പൂൾ റിവാർഡ് ഉണ്ടെങ്കിലും അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് ഇതിൽ ഷെയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ എൻ്റെ 2 ലോക്കഡായിട്ട് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ലോക്കഡും അതിൻ്റെ ഇടയ്ക്ക് ലോക്കഡിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല BNB. അപ്പോൾ അതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് ലോക്കഡായിട്ട് ആഡ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ 120 ദിവസമാണ് കൊടുത്തത്. 120 ദിവസം ഓട്ടോ റിന്യൂ ചെയ്തിട്ടില്ല, ഓട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഷെയർ നമുക്ക് ഹാംസ്റ്റർ വന്നു കഴിയുമ്പോൾ 3 ദിവസം കൊണ്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്തുക. അപ്പോൾ പുതിയ ദിവസം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.